തീരുമാനത്തിനായി ഇന്ന് ചേരേണ്ട മഹായുതി സഖ്യത്തിന്റെ നിർണായക യോഗം ബഹിഷ്കരിച്ച് ശിവസേന നേതാവും കാവൽ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ. ഇതോടെ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം. തുടർന്ന് മഹായുതി സഖ്യത്തിന്റെ നിർണായക യോഗം റദ്ദാക്കിയതിനാൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ രൂപീകരണം അനിശ്ചിതത്വത്തിലാണ്. ഏക്നാഥ് ഷിൻഡെ അപ്രതീക്ഷിതമായിട്ടാണ് യോഗം ബഹിഷ്കരിച്ച് സത്താറ ജില്ലയിലെ ഗ്രാമത്തിലേക്ക് പോയത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. നാളെ മടങ്ങി വരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനയെങ്കിലും നിർണായകമായിട്ടുള്ള യോഗം ബഹിഷ്കരിക്കാനുള്ള കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ബിജെപിയുടെ ദേവേന്ദ്ര ഫട്നവാസിനെയും NCP നേതാവ് അജിത് പവാറിനുമൊപ്പം ഷിൻഡെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുംബൈയിലേക്ക് മടങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നവാസ് വരുന്നതിനെ ഏക്നാഥ് ഷിൻഡെ സ്വാഗതം ചെയ്യുകയെന്നായിരുന്നു അവസാനം ലഭിച്ച വിവരമെന്ന് പറയുന്നത്. പ്രതിസന്ധി ഉടലെടുത്ത മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് തർക്കത്തിലാണ്. സഹമന്ത്രിസ്ഥാനം ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനങ്ങൾക്കാണ് ശിവസേന അവകാശവാദം ഉന്നയിച്ചത്. കൂടാതെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ സ്ഥാനവും ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുന്നത്. ഇന്നത്തെ മഹായുതി ചർച്ചകളിൽ മന്ത്രിസഭയുടെ രൂപീകരണമായിരുന്നു പ്രധാന അജണ്ട. സംസ്ഥാനത്തിന് പരമാവധി മന്ത്രിമാരുടെ എണ്ണം 42 ആണ്. BJPക്ക് 22, ശിവസേനയ്ക്ക് 12, അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് 10 എന്നിങ്ങനെയായിരുന്നു വകുപ്പ് വിഭജനം ലഭിച്ചത് എന്നാണ് സൂചന. മുഖ്യമന്ത്രി ആരാകണമെന്ന് BJPക്ക് തീരുമാനിക്കാമെന്ന് നേരത്തെ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു. ഡൽഹി വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഉടൻ തന്നെ മഹായുതിയുടെ നിർണായക യോഗം മുംബൈയിൽ നടക്കുമെന്നും അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഷിൻഡെ അറിയിച്ചിരുന്നു. സർക്കാർ രൂപീകരണത്തിന് താൻ ഒരു തടസ്സവും നിൽക്കില്ല എന്നും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുമെന്നും ഷിൻഡെ യോഗത്തിനു ശേഷം വ്യക്തമാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മഹായുതി യോഗം ചേരാനിരുന്നത്. എന്നാൽ വകുപ്പ് വിഭജനം സഖ്യത്തിനുള്ളിൽ കല്ലുകടിയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേവേന്ദ്ര ഫട്നവാസ് മുഖ്യമന്ത്രിയായാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഷിൻഡെയും അജിത് പവാറിനെയും നിയമിക്കാനാണ് ആലോചനയും. എന്നാൽ ഉപമുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നതിനോട് ഷിൻഡെയ്ക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രിയായിരുന്നയാൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് ശിവസേനയുടെ നിലപാട്. അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരമായി പല സുപ്രധാന വകുപ്പുകളും ശിവസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തരം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആഭ്യന്തരം BJP വിട്ട് നൽകിയില്ല. ധനകാര്യ വകുപ്പ് അജിത് പവാർ നിലനിർത്തും. ശിവസേനയ്ക്ക് നഗരവികസനം പോലുള്ള വകുപ്പുകളായിരിക്കും ലഭിച്ചേക്കുക. നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ഷിൻഡെ രാജിക്കത്ത് നൽകിയെങ്കിലും കാവൽ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ ഗവർണർ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. ഷിൻഡെയുടെ തുടർ ഭരണത്തിനായിട്ട് അദ്ദേഹത്തിന്റെ അണികൾ 100ഓളം ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടത്തിയിരുന്നു. സഖ്യകക്ഷികളെ പിണക്കി തിരക്കിട്ടുള്ള പ്രഖ്യാപനം വേണ്ട എന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. മന്ത്രിമാരുടെ വകുപ്പുകളടക്കം തീരുമാനിച്ച് പഴുതുടച്ച് നീങ്ങാനും നിർദ്ദേശമുണ്ട്. തന്റെ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായി തുടരുന്നത് കാണാനാണ് ആഗ്രഹമെന്നും എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും ഷിൻഡെ വിഭാഗം നേതാവ് ദീപക് കേസക്കറും പറഞ്ഞിരുന്നു.